സോ ഹലോ ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വായിച്ചു തീർത്ത ഒരു നോവലാണ് ദ കൈറ്റ് റണ്ണർ എന്ന് പറയുന്നത്. അത് എഴുതിയത് ഖാലിദ് ഹൊസൈനി എന്ന് പറഞ്ഞ ഒരു ഓതറാണ്. ആൻഡ് ഇവിടെ ഞാൻ ഒരിക്കലും ആ ഒരു അതിലുണ്ടായ സ്റ്റോറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സ്പോയിലേഴ്സിനെ പറ്റിയിട്ടോ ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ദ ഫസ്റ്റ് തിങ് എനിക്ക് ആ ബുക്കിനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ, അതില് എല്ലാ റോൾസ്, ബീറ്റ് ഹസ്ബൻഡ്, ബീറ്റ് എ ബ്രദർ, ബീറ്റ് an ഐഡിയൽ സൺ, ഫ്രണ്ട്, എല്ലാം എല്ലാ റോൾസും അടിപൊളിയായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ലൈക്ക് ദ വേ ദ ഓതർ പ്രസൻറ്റഡ് ഈച്ച് റോൾസ്. നമ്മൾ എല്ലാ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോഴും ആ ഒരു റോള് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു ഓതർ നാരേറ്റ് ചെയ്തേക്കണം ആ സ്റ്റോറി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലെല്ലാ, ഇപ്പോൾ ലൈക്ക് ഒരു അച്ഛൻ്റെ റോളാണെന്നുണ്ടെങ്കിലും, ഒരു മകൻ്റെ റോളാണെന്നുണ്ടെങ്കിലും, ഒരു ബ്രദറിൻ്റെ റോളാണെന്നുണ്ടെങ്കിലും, ഒരു ഫ്രണ്ടിൻ്റെ റോളാണെന്നുണ്ടെങ്കിലും, എല്ലാം ഓരോ ഫേസ്, ഓരോ ചാപ്റ്റർ കടന്ന് പോകുന്തോറും നമുക്കത് മൈൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും. ആൻഡ് ദാറ്റ്സ് വെരി ഗുഡ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അതിൽ മെയിനായിട്ട് രണ്ട് കഥാപാത്രങ്ങളാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ലൈക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു, ബട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് റിലേറ്റബിൾ ആയി തോന്നിയത് അമീറും ഹസൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ സ്റ്റോറി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് പലപ്പോഴും ഞാൻ അമീറാന്ന് തോന്നിയിട്ടുണ്ട്, പലരുടെ ലൈഫിൽ ഞാൻ ഹസനാന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് നമ്മൾ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഓരോ ആൾക്കാരോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ, ഐ മീൻ നമ്മുടെ റോള് പലരുടെ ലൈഫിലും സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ ഇന്നൊരാളുടെ കണ്ണിൽ അമീറാണെന്നുണ്ടെങ്കിൽ നാളെ വേറൊരാളുടെ കണ്ണിൽ ഹസനായിരിക്കാം. അതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവ്, രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, ഇത് ഞാൻ ഈ ബുക്ക് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഈ പുസ്തകം വായിച്ച് തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ തുടങ്ങി വെച്ചത്. ബട്ട് വൺസ് ഞാൻ ഈ പുസ്തകം തീർത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പുസ്തകം വായിച്ച് തീർക്കുന്നതിലല്ല അതിൻ്റെ ഒരു ബ്യൂട്ടി കിടക്കുന്നത്. അത് വായിക്കാൻ എടുക്കുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ ആ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം എന്താ പറയുക, പ്ലഷർ ഉണ്ടല്ലോ, അത് വേറെ തന്നെ. അത് വായിച്ച് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഓ, ദിസ് സ്റ്റോറി ഈസ് ഓവർ എന്നുള്ളത്. കാരണം ഇനീഷ്യലി ഞാൻ ഒരു റഷിങ് ഉണ്ടായിരുന്നു എങ്ങനെയാലും വായിച്ച് തീർക്കണം എന്നുള്ളത്. ബിക്കോസ് എനിക്ക് ഒന്നാമത് ഈ വായിക്കാനുള്ള ക്ഷമ അധികം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ വായിക്കുന്ന കൂട്ടത്തിലേ ആയിരുന്നില്ല. ഇതെന്റെ വെരി ഫസ്റ്റ് നോവൽ ആയതുകൊണ്ട് തന്നെ ഞാൻ നോവലിക്ക് എങ്ങനെ വായിക്കണം, ഏത് രീതിയിൽ എടുക്കണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബട്ട് വൺസ് ഐ ഫിനിഷ് ദിസ് നോവൽ എനിക്ക് മനസ്സിലായി, ഓ, ദിസ് ഈസ് സംതിങ് എൽസ്. നമ്മൾ സിനിമ കാണുന്ന പോലെയോ സീരീസ് കാണുന്ന പോലെയോ അല്ല ബുക്ക് വായിക്കല്. ഇറ്റ്സ് ആൻ എൻറ്റയർ ഡിഫറെൻറ്റ് ജേർണി. ബിക്കോസ് ആ ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടാറ്റു അടിച്ച പോലെ പതിഞ്ഞ് കിടക്കും. പതിഞ്ഞ് കിടക്കും. പ്രത്യേകിച്ച് അമീർ, ഹസൻ, അതിലുള്ള ബാബ എന്ന് പറഞ്ഞ റോള്, അങ്ങനെ ഓരോരോ കഥാപാത്രം ഇങ്ങനെ ഓരോ ചാപ്റ്ററിൽ കടന്നു പോകും. അത് നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ, ഇപ്പോഴും എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, ടാറ്റു അടിച്ച പോലെ ഇങ്ങനെ പതിഞ്ഞ് കിടപ്പുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ യാ പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ ഫിക്ഷൻ ബുക്സും നോൺ ഫിക്ഷൻ ബുക്സും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിക്കിപ്പോൾ ഈ ഒരു നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആദ്യം നോൺ ഫിക്ഷൻ ബുക്ക് എന്ന് വെച്ചാൽ സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒരുപാട്, ഇപ്പോൾ സൈക്കോളജി ഓഫ് മണി, റിച്ച് ഡാഡ് പൂർ ഡാഡ്, ആറ്റോമിക് ഹാബിറ്റ്സ്, ഇത്തരം ബുക്സ് മാത്രം പ്രിഫർ ചെയ്ത് വായിച്ചിരുന്ന ഒരാളാണ്. ഞാൻ വിചാരിച്ചു, ഓക്കെ, ഫിക്ഷൻ ബുക്സ് ആർ വേസ്റ്റ് ഓഫ് ടൈം, അതിന് പകരം ഒരു സിനിമ കണ്ടുകൂടെ, ഒരു സീരീസ് കണ്ടുകൂടെ എന്നുള്ളൊരു ചിന്താഗതിയിലുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഞാൻ. ബട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, ഫിക്ഷണൽ ബുക്സ് ബേസിക്കലി വൈ എന്നുള്ളൊരു ആൻസർ തരും. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ, നോൺ ഫിക്ഷൻ ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറയാം, എന്തിന് ചെയ്യണം എന്ന് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യില്ല. പക്ഷെ ഫിക്ഷണൽ ബുക്സ് നിങ്ങൾ എന്തിന് ചെയ്യണം, എന്തിന് നിങ്ങളുടെ ലൈഫിൽ പർപ്പസ് കൊണ്ടുവരണം എന്നുള്ളൊരു ഒരു എന്താ പറയുക, മീനിങ് ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് അവതരിപ്പിക്കും. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഫിക്ഷണൽ ബുക്സ്. ബിക്കോസ് നമുക്ക് ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ വി സംഹൗ, എന്താ പറയുക, ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് റിയലി ഗുഡ്. ബിക്കോസ് നമുക്കിപ്പോൾ ലൈഫിൽ പല ഘട്ടങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മേ ബി ആ ഒരു ക്യാരക്ടർ ആയിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. നോട്ട് ദിസ്, എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നതിന്
പറയുന്നതിനേക്കാളും ഉപരി നിങ്ങൾ എന്തിന് ചെയ്യണം എന്നുള്ളതിനാണ് കൂടുതൽ പ്രസക്തിയാണ് എനിക്ക് ഫീൽ ചെയ്യണേ. ആൻഡ് ദാറ്റ്സ് വെരി ഗുഡ് തോട്ട് അബൌട്ട് ഫിക്ഷണൽ ബുക്സ്. പിന്നെ യാ ഇതൊക്കെയാണ് എനിക്ക് കൈറ്റ് റണ്ണറിനെ പറ്റി പറയാനുള്ളത്. എല്ലാവരും വായിക്കണം. ബിക്കോസ് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, കുറേ റോൾസ് എക്സ്പ്ലെയിൻ ചെയ്യും. ബീറ്റ് ഫാദർഹുഡ്, ബ്രദർഹുഡ്, എല്ലാം, എല്ലാ റോളും, ബീറ്റ് ആൻ ഐഡിയൽ വൈഫ്, ഐഡിയൽ ഹസ്ബൻഡ്, എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് കൈറ്റ് റണ്ണർ. ആൻഡ് എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻസൈറ്റ്സ് കൊടുക്കുന്നൊരു ബുക്കാണത്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളത് പോയി വായിക്കുന്നതായിരിക്കും. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ജേണി ഉണ്ട്, ദാറ്റ്സ് വെരി ഗുഡ്. അത് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. സോ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, ബൈ.